എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ട്. 8 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനം വിലക്കിയിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന തിരമാല മുന്നറിയിപ്പുകളും നിലവിലുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കാലവർഷം തുടരുന്നതിനിടെ സംസ്ഥാനത്ത് ഇതുവരെ 53% മഴ ലഭിച്ചെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. കാലവർഷം ആരംഭിച്ച് 1 മാസം പിന്നിടുമ്പോഴുള്ള കണക്കാണിത്. വടക്കൻ ജില്ലകളായ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. 1432 മില്ലിമീറ്റർ മഴ ലഭിച്ച കണ്ണൂറാണ് കേരളത്തിൽ ഒന്നാമത്. മെയ് 24-നാണ് കേരളത്തിൽ കാലവർഷം ആരംഭിച്ചത്. തീവ്ര മഴയ്ക്ക് പുറമെ ശക്തമായിട്ടുള്ള കാറ്റും സംസ്ഥാനത്തുടനീളം ആഞ്ഞുവീശി. 1 മാസത്തിൽ 17 ദിവസവും ശരാശരിയിൽ കൂടുതൽ മഴ ലഭിക്കുന്ന പ്രവണതയാണ് കാണാനായത്. തുടക്കത്തിൽ ശക്തമായിട്ടുള്ള മഴ പെയ്തതിന് ശേഷം 10 ദിവസത്തേക്ക് മഴ ദുർബലമാവുകയും 11-ന് വീണ്ടും ശക്തി ആർജിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ വിശദാംശങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.